അപ്പോൾ ഇന്നലെ നിങ്ങൾക്ക് അറിയാലോ, ഇന്നലെ ഇപ്പോൾ MLA ഓഫീസിൽ വന്നപ്പോൾ കണ്ടതല്ലേ. അപ്പോൾ അവരുടെ വികാരവും ഞാൻ പിന്നെ നിങ്ങളോട് പറയുകയും ചെയ്തു, എന്താണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയണ്ടായി. അപ്പോൾ ആ അഭിപ്രായത്തോട് നമ്മൾ വ്യത്യസ്തമായ അഭിപ്രായം പറയാൻ കഴിയില്ലല്ലോ ഞാൻ ഇതിനകത്ത്. അത്രയും വേറെ ഒന്നും. പിന്നെ ബന്ധപ്പെട്ടിരുന്നോ നേതാക്കളാരെങ്കിലും? അല്ല, നേതാക്കന്മാരെ ബന്ധപ്പെട്ടിട്ടില്ല. ഇന്നലെ കണ്ട ഒരു പ്രത്യേകത മാത്രമേ ഉണ്ടാവും. ഞാൻ അവരായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. അഭിപ്രായങ്ങൾ ക്രമേണ നിങ്ങളെ പോലുള്ള ആൾക്കാർ വരുമ്പോൾ പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകാണ്. അപ്പോൾ അല്ല, സംസ്ഥാന നേതൃത്വത്തിൽ പോകേണ്ടതില്ല. കാരണം പ്രാദേശിക ആൾക്കാരുടെ ഇടപെടലാണല്ലോ ഇത്രയ്ക്ക് എത്തിച്ചത്. അത് ഞാൻ പരിശോധിക്കുന്നുണ്ട്. പരിശോധിച്ചിട്ട് നമുക്ക് ആവശ്യമായ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകും. ഇന്നലെയും CPI ജില്ലാ സെക്രട്ടറി പറഞ്ഞത് മുകുന്ദൻ ഇപ്പോഴും ഞങ്ങൾ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള തരത്തിലാണ് പറഞ്ഞത്. ഒരിക്കലും മുകുന്ദനെ തള്ളി പറയാൻ CC മുകുന്ദനെ തള്ളി പറയാൻ അവർ തയ്യാറാകുന്നുമില്ല പൂർണ്ണമായിട്ട്. അല്ല, അങ്ങനെ ഒരു പറയേണ്ട ഒരു അവസ്ഥ നമ്മളിൽ നിന്നുണ്ടായിട്ടില്ല. കാരണം വെച്ചാൽ നമ്മൾ പാർട്ടിയുടെ ലീഡർഷിപ്പ് പറയുന്ന കാര്യങ്ങളായിട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇന്നലെ പറഞ്ഞൊരു കാര്യം, ഒരു പുതിയ ലിസ്റ്റ് തീരുമാനപ്രകാരം പാർട്ടിയുടെ ലിസ്റ്റ് വന്നപ്പോൾ MLA ലിസ്റ്റ് വന്നപ്പോൾ എനിക്കൊരു പ്രതിഷേധമുണ്ടായി. ആ പ്രതിഷേധം പാർട്ടി വിരുദ്ധത്തിന് വേണ്ടി ആ രീതിയിലൊരു സമീപനമാണ് ആ സ്ഥാനാർത്ഥിത്വത്തിൽ വന്നത്. അപ്പോൾ അതൊരു പ്രതിഷേധം എൻ്റെ മാനസികമായിട്ടുണ്ടായി. ഗീതാ ഗോപി പറഞ്ഞത് അങ്ങെതിരായി എത്തിയാലും ഇടതടിത്തറയുള്ള സ്ഥലമാണ്, അവിടെ ഗീതാ ഗോപി വലിയ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കും എന്നുള്ളതാണ്. അല്ല, അതിലൊന്നും തർക്കമില്ലല്ലോ. ഇടതുപക്ഷ ജനാധിപത്യ ഒരു മേഖലയാണ് നാട്യമണ്ഡലം. നാട്യമണ്ഡലം ഞാൻ MLA അല്ലെങ്കിലും എനിക്ക് ഒരുപാട് ബന്ധമുള്ളൊരു മണ്ഡലമാണ്. MLA ആയിട്ട് നമ്മൾ ഒരുപാട് കാലം ചെയ്തു എന്നല്ലാതെ പഴയ കാലം മുതൽ ആ പ്രദേശമായിട്ട് നല്ല ബന്ധമായി, ആൾക്കാരായിട്ട് നല്ല ബന്ധമായി, രാഷ്ട്രീയത്തിന് അതീതമായി ബന്ധപ്പെട്ട് പോകുന്ന ആളാണ് ഞാൻ. ഗീതാഗോപി എനിക്കറിയില്ല, ഗീതാഗോപി ഞാൻ പേര് പറയുന്നില്ല. ഇനി അവർക്കറിയാലോ, അവരിവിടെ വന്നത് ബന്ധപ്പെട്ടതൊക്കെ എന്തൊക്കെയെന്ന് അറിയാലോ. പഴയ കാല ചരിത്രത്തെക്കുറിച്ച് നമ്മൾ പരിശോധിക്കേണ്ടതില്ല. പരിശോധിക്കുമ്പോഴുള്ള നമുക്കത് പറയേണ്ട കാര്യമുള്ളൂ. അപ്പോൾ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിനെ ഓരോരോ പ്രവർത്തനത്തെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ അവരുടെ നാട് എവിടെയാണ്? നാട് ഈ പ്രദേശത്തൊന്നുള്ളതൊന്നുമല്ല. അവർ ഗുരുവായൂർ മേഖലയായിട്ട് ബന്ധപ്പെട്ട് നടന്നതാണ്. അതുപോലെ തന്നെ എന്താ പറയുക, BJPയുടെ വലിയ ചുമതല വെച്ചിരുന്ന ആളാണ് ഗുരുവായൂർ മണ്ഡലത്തിൽ. ബന്ധമുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. അത് പിന്നല്ലേ ആയത്. അവരവിടുത്തെ എന്തൊരു ബൈഠക്ക ഒക്കെ ആയിരുന്നു BJPയുടെ. അവിടെ വന്ന് അവരെ വിഭാഗത്തിൽ ബന്ധപ്പെട്ട് വന്ന് ആൾ മറ്റേ ഗുരുവായൂർ ദിവസമായിട്ട് ജോലിയുള്ളപ്പോൾ അതിനെ ബന്ധപ്പെട്ട് വന്നതാണ്. ചരിത്രമൊക്കെ പറയാൻ ഒരുപാട് പറയാനുണ്ട്. അവരെന്താ പറയട്ടെ, ആളിപ്പോൾ ഉണ്ടായില്ലോ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പത്രത്തിൽ അവരെന്നെ ഇട്ടില്ലേ എന്നെ BJP വിളിച്ചു എന്നുള്ളത്. അപ്പോൾ BJP വിളിച്ചു എന്ന് പറയുമ്പോൾ അവരങ്ങനെ ഒരു ബന്ധമില്ലാണ്ട് BJP വിളിക്കില്ലല്ലോ. അത് പിന്നെ എനിക്കതിൽ സംശയമില്ല, അങ്ങനെ ഒരു സമയം ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. ഇന്നലെ മൂന്നേട്ടൻ പറഞ്ഞിരുന്നു കുറച്ച് കാര്യങ്ങൾ തുറന്നു പറയാൻ. അത് പറയാന്ന് വെച്ചാൽ നമ്മളതിൻ്റെ ഞങ്ങളോട് പറഞ്ഞ സമയമായിട്ടില്ല. എന്നെ പ്രതികരിച്ച് വരുമ്പോഴല്ലേ ഞാൻ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പറഞ്ഞുകൊണ്ടു. ഞാൻ അങ്ങനെ എനിക്ക് പറയാനുള്ള ആൾക്കാരൊക്കെ ഉണ്ട്, പക്ഷേ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് ശരി എപ്പോഴാണ് കാണാൻ പറ്റുമോ, ഇന്ന് കാലത്ത് കാണാമെന്ന് പറഞ്ഞു. ശരി, അങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അല്ലാണ്ട് വേറെ രീതിയിലൊന്നും വന്നിട്ടില്ല. ഇന്നിപ്പോൾ അങ്ങനെയല്ല, ഓഫീസിൽ 2-3 പരിപാടിയുണ്ട്. പരിപാടിയിൽ പോയി അത് നടന്ന് ഓഫീസിലുണ്ടാവും ഞാൻ. അല്ല, ആദ്യം വിളിച്ചത് സ്റ്റേറ്റ് കോൺഗ്രസ്സുകാരും ജില്ലാ കോൺഗ്രസ്സുകാരും പിന്നെ പ്രാദേശികമായിട്ടുള്ള ആൾക്കാരെ കൂടി എത്തണ്ടായി. നിങ്ങൾ കണ്ടതല്ല എന്നല്ല, അങ്ങനെ പലരും മൊബൈലോടെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് അവരോട് ഞാൻ പറയും, എൻ്റെ ഒരു അഭിപ്രായം ഇപ്പം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അത് വിട്ട് എഴുതുന്നേരം അത് പറയേണ്ടതില്ല എന്നാണ് എൻ്റെ മനസ്സിലുള്ളത്. അല്ല, ബിനോയ് വിശ്വം എൻ്റെ അടുത്ത് ഈ പറഞ്ഞ ഈ എൻ്റെ PA ആയിട്ടുണ്ടായിരുന്ന ഒരു വിഷയം ഉണ്ടായി. അതുപോലെ തന്നെ പോലീസായിട്ടൊരു വിഷയം ഉണ്ടായി. ആ വിഷയവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അത് പ്രശ്നം പരിഹരിക്കാനോട് പറഞ്ഞു. അത് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞാനത് പരിഹരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകത, ഞാനൊരു അപകടത്തിൽ പോകാൻ പാടില്ല. എനിക്ക് പ്രയാസമില്ലാത്ത രീതിയിൽ പാർട്ടി പറയുന്നത് ഈ എൻ്റെ ലെറ്റർ പേഡ് ഉപയോഗിച്ച് കളവ് നടത്തിയ ആളെ സംരക്ഷിക്കാൻ പാർട്ടി പറയുകയാണെങ്കിൽ അങ്ങനെ ആവാം, പക്ഷേ എഴുതി കൊടുക്കാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞു. ഞാൻ ഇതുവരെ എഴുതി കൊടുത്തിട്ടില്ല. വാക്കാൽ നിയമസഭാ സെക്രട്ടറിനെ അറിയിച്ചിട്ടുണ്ട്. ഞാൻ അതുമായി പ്രസ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ്. അല്ല, അനുനയിച്ചതെന്ന് വെച്ചാൽ പാർട്ടി പറയുന്ന കാര്യങ്ങളിൽ ഇതുവരെ എന്നോട് അങ്ങനെ പാർട്ടി ഒരു നിർദ്ദേശം പറഞ്ഞിട്ടില്ലല്ലോ, ഒരു അഭിപ്രായം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. നമ്മളിങ്ങനെ നിങ്ങളെപ്പോലുള്ള വാർത്തക്കാർ വരുമ്പോൾ വാർത്തയായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാമെന്നല്ലാതെ അങ്ങനെ ഒരു സമീപനം എന്നെ ഇതുവരെ അങ്ങനെ സ്റ്റേറ്റ് സെക്രട്ടറി ജില്ലാ സെക്രട്ടറി ഒന്നും വിളിച്ചിട്ടില്ല. രാജിക്കത്ത് ഞാൻ ഇതുപോലെ തന്നെ പറഞ്ഞു വന്നപ്പോൾ ഞാൻ അവരോട് പറഞ്ഞാണ്,
ഞാൻ വിട പറയാണ് എന്ന് പറയാനുണ്ടായി. ഇനി രാജിക്കത്ത് ഒരു അനിവാര്യമാണെന്ന് തോന്നുകയാണെങ്കിൽ അപ്പോൾ എഴുതി കൊടുക്കും. അതിലൊരു പ്രത്യേകത ഞാൻ പറഞ്ഞത്, ഞാൻ പാർട്ടിയിൽ നിന്ന് രാജിവെക്കില്ല, എൻ്റെ ചുമതലയുള്ള മണ്ഡലം അംഗമാണ് ഞാൻ. എക്സിക്യൂട്ടീവ് എന്നും അതുപോലെ ജില്ലാ കൗൺസിലിൽ നിന്ന് ഒഴിവാക്കിയപ്പോൾ പിന്നെ എനിക്ക് വരേണ്ടത് ഘടകങ്ങളോട് പരിശോധന അനുസരിച്ച് പിന്നത്തേക്ക് ഘടകം മണ്ഡലം കമ്മിറ്റിയാണ്. മണ്ഡലം കമ്മിറ്റിയിൽ ഞാൻ അംഗമാണ്. അപ്പോൾ അംഗം എന്ന നിലയിൽ ഞാൻ ചുമതലയായിട്ട് മുന്നോട്ട് പോകാൻ അല്ലാതെ എൻ്റെ ഇതായിട്ട് വിട പറയാണ് എന്നുകൊണ്ട് മണ്ഡലം സെക്രട്ടറി വിളിച്ച് പറഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ അവരൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ഇനി ഏത് സമയത്തും നുണ പറഞ്ഞ് മുന്നോട്ട് പോകുന്ന സമയങ്ങളും ഉണ്ടാകാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷകളിപ്പോൾ ഇനി വരാൻ പോകുന്നതൊക്കെ അങ്ങനെയാണല്ലോ. സത്യസന്ധമായ കാര്യങ്ങൾ പറയാൻ ആരും തയ്യാറാവാൻ സാധ്യത ഉണ്ടാവില്ല. അതാണ് എൻ്റെ ഒരു പ്രതീക്ഷയിൽ കൂടി ഏൽപ്പിക്കുന്നത്.